ഈ സൺഡേ നമ്മൾ എവിടെയും പോയില്ല. വീട്ടിൽ തന്നെ ഇരുന്ന് ഒന്ന് റിലാക്സ് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്നൊരു ലഞ്ച് തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചു കേട്ടോ. ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ തന്നെ ഓൾറെഡി നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിന്ന് പരിപ്പ് കറിയാണ് വെക്കുന്നത്. കുക്കറിലേക്ക് കഴുകി വെച്ച പരിപ്പ്, സവാള, തക്കാളി, ചതച്ച വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഒരു 3 വിസിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. അപ്പം ഷാരൂഖും കൂടെയൊക്കെ കൂടെ ഉള്ളപ്പം നമ്മൾ മിക്കവാറും ഒരുമിച്ചൊക്കെ തന്നെയാണ് കിച്ചണിൽ കയറാറ്. അങ്ങനെ ദാ നമ്മുടെ ആ ഒരു പരിപ്പൊക്കെ നല്ലോണം വെന്ത് ആ കുക്കറിന്റെ പ്രഷറൊക്കെ പോയി അത് നമ്മൾ ഓപ്പൺ ചെയ്ത് കേട്ടോ. ഇനി നമുക്കൊന്ന് താളിക്കാം. അപ്പൊ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പൊ വെളിച്ചെണ്ണ ഇങ്ങനെ മൂത്ത് വന്നിട്ട് ആ സ്മെല്ലടിച്ചിട്ട് ഷാരു ഒന്ന് തുമ്മി. അതാട്ടോ ഞാൻ ചിരിച്ചത്. എന്നിട്ട് നമ്മൾ അതിൽ കുറച്ച് കടുക് ഇട്ട് കൊടുത്തൊന്ന് പൊട്ടിക്കണം. അതിനുശേഷം അതൊന്ന് ഓഫ് ചെയ്യണം കേട്ടോ. ഓഫ് ചെയ്തിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാവും. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് കസൂരി മേത്തിയാണ്. അപ്പൊ ഇത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇതാണ് ഈ ഒരു പരിപ്പ് കറിക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു വെന്ത പരിപ്പുണ്ടല്ലോ അതും കൂടി ചേർത്ത് ഒന്ന് തിളപ്പിക്കണം. ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാനിങ്ങനെ ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഷാരൂനെയും കൂടെ കൊണ്ട് ടേസ്റ്റ് ഒക്കെ നോക്കിപ്പിച്ചു. അപ്പൊ നമ്മുടെ പരിപ്പൊക്കെ നല്ല സെറ്റായി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് ചെറിയ ജീരകം ചതച്ചതും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് നമ്മൾ ചോറൊക്കെ കഴിക്കത്തില്ലേ, ആ സമയം ആകുമ്പോൾ എടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടൊരു ഫ്ലേവറൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റ് വരും കേട്ടോ. ഇനി ഞങ്ങൾ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. അപ്പം ഞാൻ പെട്ടെന്നൊരു മുട്ട ചിക്കിയത്, മസാല മുട്ട ചിക്കിയതും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാം. അപ്പം എല്ലാവരും ഈ പരിപ്പ് കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.